ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പാവയ്ക്ക കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ്. വിറ്റമിൻ കെ, സി, ഇ ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് പാവയ്ക്കൻ്റെ. അതുപോലെ തന്നെ ഡയബറ്റിക്കിനൊക്കെ നമുക്ക് വളരെ പ്രയോജനപ്പെടുന്ന ഒരു വെജിറ്റബിളാണ് പാവയ്ക്ക. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പാവയ്ക്ക നിറച്ചിട്ടുള്ളതാണ്. പാവയ്ക്കകത്ത് നമ്മൾ കുറച്ച് മസാലകളൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ 2 സവോള ഇതുപോലെ റഫായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ളതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതുപോലെ കുറച്ച് വെളുത്തുള്ളിയുണ്ട്. വെളുത്തുള്ളി എന്ന് പറയുമ്പോൾ ഒരു 10-25 അല്ലിയെങ്കിലും ഉണ്ടാകും. ഒരു 25 അല്ലി വെളുത്തുള്ളി ഞാനിവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 2 ഇഞ്ച് ഇഞ്ചി, അതും ക്ലീൻ ചെയ്തത് എടുത്തു വച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ടൊമാറ്റോ, 2 ടൊമാറ്റോ അതും റഫായി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കാദ്യം ഈ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് ഒരു പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒട്ടും വെള്ളം ഒഴിക്കാതെ തന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അത് അരച്ചിട്ട് നമുക്കത് വേറൊരു ബോളിലേക്ക് മാറ്റി കൊടുക്കാം. അതേ ജാറിൽ തന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ടൊമാറ്റോ അതും കൂടി നമുക്കൊന്ന് പേസ്റ്റാക്കി എടുക്കാം. വെള്ളം ഒഴിക്കാതെ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. ഞാനിവിടെ കാണിക്കുന്നത് ഒരു ഈസി മെത്തേഡാണ് ഞാനിവിടെ കാണിക്കുന്നത്. നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയിരിക്കുന്ന ഒരു റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് 1 ടീസ്പൂൺ പെരുംജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. പെരുംജീരകത്തിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ കായം ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എരിയുള്ള മുളക് പൊടിയും ചേർക്കാം, അതല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇവയെല്ലാം നമ്മളൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ മസാല കരിഞ്ഞു പോകും. ഇത് നമുക്ക് എണ്ണയിൽ നമുക്ക് നല്ലവിടുന്ന് ചൂടാക്കിയെടുക്കാം. മസാലയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന ഒനിയൻ്റെ പേസ്റ്റ് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കാം. പേസ്റ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ടൊന്ന് എണ്ണയിലൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിക്കാം. ഇടയ്ക്ക് ഒരു 2-3 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം പിന്നെ തുറന്ന് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് നമ്മൾ ടൊമാറ്റോയുടെ പ്യൂരിയൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ പ്യൂരിയൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. തക്കാളിയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടി മസാല കൂടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ ഒരു 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, അതുപോലെ ഒരു ടീസ്പൂൺ ഗരം മസാലയുടെ പൗഡർ അതും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടെ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് ആംചൂർ പൗഡറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1 ടീസ്പൂൺ ആംചൂർ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആംചൂർ പൗഡർ തീർച്ചയായിട്ടും നിങ്ങൾ ചേർത്ത് കൊടുത്തിരിക്കണം. അതും ഇളക്കി ഒന്ന് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇവയെല്ലാം ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് അടച്ച് വെക്കാം. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം. മസാല അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അടിയിൽ പിടിക്കാതെ നമുക്ക് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ മസാലയുടെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. വെള്ളമൊക്കെ പറ്റി ഇതിൻ്റെ എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. മസാലയുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് വെള്ളമൊക്കെ പറ്റി നല്ല ഒരു കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും. നമുക്കിനി ഇതിലേക്ക് നമുക്കിനി ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള മല്ലിയില കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുത്ത് നമുക്കിത് വാങ്ങി മറ്റൊരു ബോളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അത് തണുക്കുന്നതിന് വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ഇത് സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്കത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. തണുത്തിട്ട് വേണം നമുക്കിത് ഫില്ല് ചെയ്യാനായിട്ട്. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ പാവയ്ക്കൊക്കെ നമുക്കൊന്ന് ക്ലീനാക്കി എടുക്കാം.
അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഇതിൻ്റെ പുറമേയുള്ള നമ്മുടെ ഈ തൊലി നമുക്കിതൊന്ന് ഇത് വെച്ച് നമുക്ക് ഒരു പീലർ വെച്ച് നമുക്കൊന്ന് പീൽ ചെയ്തെടുക്കാം. ഈ തൊലി നമ്മൾ മാറ്റുമ്പോൾ പാവയ്ക്കയുടെ ഒത്തിരി കയ്പ്പ് നമുക്കൊന്ന് കുറഞ്ഞ് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുള്ളത് ഇതുപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മുടെ ഈ മസാലയിൽ നമുക്കിട്ടൊന്ന് ഫ്രൈ ചെയ്ത് നമുക്ക് മസാല ഫ്രൈ ചെയ്യുന്നത് കൂട്ടത്തിൽ നമുക്ക് ഇതും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഇതിപ്പം എൻ്റെ തൊലിയെല്ലാം ഒന്ന് പീൽ ചെയ്തതിന് ശേഷം ഇതുപോലെ നടുവേ ഒന്ന് മുറിക്കുക. ഫുള്ള് നമ്മൾ മുറിച്ച് മാറ്റരുത്. ഇതുപോലെ അവിടെ കൊണ്ട് നിർത്തണം. അറ്റം വരെ നമ്മൾ രണ്ടായിട്ട് ഇത് പിളർന്ന് മാറ്റരുത്. ഇതുപോലെ ഒന്നായിട്ട് തന്നെ ഇരിക്കണം. എന്നിട്ട് അതിനകത്തു നിന്നുള്ള കുരുവ് അതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു സ്പൂൺ വെച്ച് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ എല്ലാം നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് അതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പാവയ്ക്ക നമുക്കതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അടച്ചു വെച്ച് വേവിക്കാം. പാവയ്ക്കയുടെ പുറവശമൊക്കെ പുറത്തെ ആ സ്കിന്നൊക്കെ ഒന്ന് വെന്തുവരെ നമുക്ക് വേവിച്ചാൽ മതിയാകും. ഒന്ന് കുത്തി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അത് കഴിയുമ്പോൾ നമുക്കിത് വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുക്കാം. ഒന്ന് തണുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കിയ മസാല നമുക്കതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമ്മൾ മസാല തയ്യാറാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ നമുക്കിങ്ങനെ ഉണ്ടാക്കണമെന്ന് തോന്നുകയാണെങ്കിൽ വരെ നമുക്ക് ഇതുപോലെ പാവയ്ക്ക ക്ലീൻ ചെയ്തെടുത്താൽ മതിയാകുമല്ലോ. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഫില്ല് ചെയ്ത് നമുക്ക് എപ്പോൾ നമുക്ക് ഉണ്ടാക്കണമെന്ന് തോന്നുമോ അപ്പോൾ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഫില്ല് ചെയ്തതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അല്പം നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ച് കൊടുത്ത് നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന പാവയ്ക്കകളൊക്കെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതുപോലെ അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഒരു വശം ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത വശം മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ച് വിട്ട് നമുക്ക് പാവയ്ക്ക നന്നായി ഒന്ന് ഫ്രൈ ആവുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. നന്നായി ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് പാവയ്ക്ക ഫ്രൈ ചെയ്തെടുക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. പാവയ്ക്ക ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമാകും. നമ്മളിങ്ങനെ ഉപ്പിലും മഞ്ഞളിലും ഒക്കെ വേവിച്ചെടുക്കുകയും കൂടെ ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ കയ്പ്പ് ഒരുമാതിരി നമുക്ക് കയ്പ്പ് കുറച്ചെടുക്കാൻ പറ്റും. നല്ലൊരു ടേസ്റ്റാണ്. ഏതെങ്കിലും ചോറിൻ്റെയൊക്കെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റും, അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റും. ഏതെങ്കിലും ഒരു ഒഴിച്ചുകറി ഇതുപോലെ പാവയ്ക്ക നിറച്ചതുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ചോറ് കഴിക്കാൻ പറ്റും. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇനിയൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു ഓൾ.